ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 18-ാം തീയതിയാണ്. ശുക്രന്റെ ആധിപത്യത്തിലുള്ള തുലാം രാശിയിലേക്ക് ഇന്ന് ചന്ദ്രൻ കടക്കുകയാണ്. ചൊവ്വ മിഥുനം രാശിയിലൂടെ സഞ്ചരിച്ച് 9-ാം ഭാവത്തിലുള്ള ചന്ദ്രനുമായി സംയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാഴം ചന്ദ്രനിൽ നിന്ന് 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഒരു ചന്ദ്രാദി യോഗം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സംയോഗം ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ്. ഇതുവരെ പ്രതീക്ഷിക്കാതിരുന്ന പല ശുഭ കാര്യങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് നിങ്ങളെ നേട്ടത്തിൻ്റെ കൊടുമുടികൾ താണ്ടുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായിട്ടാണ് ഇവിടെ ഒരു മാറ്റം സംജാതമായിരിക്കുന്നത്. ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഇന്നു മുതൽ ആ ഭാഗ്യം ആരംഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു ഉത്സാഹം വർദ്ധിക്കുന്നതാണ്. മുന്നേ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു സമയം വന്നിരിക്കുന്നത്. ദുരിതങ്ങൾ, ദോഷങ്ങൾ, വിഷമങ്ങൾ, ഒരുപാട് വലച്ചിലുകൾ, എന്ത് കാര്യത്തിലും അലഞ്ഞാലേ സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് അലയേണ്ടതായ വരുന്ന അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് മാർച്ച് 18. അപ്പോൾ ഇന്നു മുതൽ ആ ഭാഗ്യം തുടങ്ങിയ നക്ഷത്രക്കാരെ കുറിച്ച് നമുക്കൊന്നറിയാം. ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം മുതൽ ജോലിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള കുറച്ച് ദിനങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് വരുന്നത്. നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ നേട്ടങ്ങൾ ഒരുപാട് സന്തോഷത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ബന്ധുക്കളൊക്കെ, അതായത് നനച്ചിരിക്കാത്ത ചില, അതായത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, ഇനി അവർ നമ്മളുമായി ഒന്നിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ബന്ധുക്കളുടെ ഒരു ആഗമനം ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അത് നിങ്ങളുടെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന തരത്തിലേക്ക് എത്തുന്നതാണ്. ലാഭകരമായ ഒരു സമയങ്ങളാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. പുരോഗതി ഉണ്ടാകുന്നതാണ്, അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എതിരാളികൾക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു മാറ്റം ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തഴുകി കടന്നു പോകുന്നതാണ്. ഒരു മാറ്റം ഉണ്ടാകാൻ പോകുക. അതായത് വാടി നിന്നിരുന്ന ഒരു ചെടി നമ്മൾ ജലം കൊടുത്തു വരുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിലേക്ക് ഉണർന്നു വരുന്നു അല്ലെങ്കിൽ പരിപോഷിച്ചു വരുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള ഒരു സമയം കൂടി എത്തിയിട്ടുണ്ട്. സന്തോഷമാണ്. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫലപ്രദമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. ഒരു ഒത്തൊരുമയില്ലാതിരുന്ന അവസ്ഥ കൂടി കുടുംബത്തിലുണ്ട്. പ്രശ്നങ്ങൾ പലതും വന്നത് നിമിത്തം നിങ്ങളുടെ മനസ്സിനാകെ ഒരു കലുഷിതമായ അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കൊക്കെ ഒരു പരിഹാരവും മാറ്റവും ഉണ്ടാകുന്നുണ്ട്. വളരെ നല്ല സമയം തുടങ്ങുകയാണ്. നേട്ടങ്ങൾ ഉണ്ടാവുകയാണ്, ഐശ്വര്യം ഉണ്ടാവുകയാണ്, ഭാഗ്യം, അഭിവൃദ്ധി എന്നിവ നിങ്ങളെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അർച്ചനകൾ, ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ നടത്തുക. ക്ഷേത്രത്തിൽ ചെന്ന് കുടുംബാർച്ചന നടത്തുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കുടുംബാർച്ചന എന്ന് പറഞ്ഞാൽ മതി. അതിൽ കുടുംബനാഥൻ്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കണം. കുടുംബനാഥൻ്റെ പേര് പറഞ്ഞ് കുടുംബ അർച്ചന ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ഫലങ്ങൾ എത്തുകയും ചെയ്യുന്നതാണ്. അടുത്തുള്ള സ്ഥലദൈവത്തിന് വേണം ആദ്യമേ പ്രാർത്ഥിക്കാൻ, അവരെ പ്രീതിപ്പെടുത്തുക. പിന്നീട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോകുക. കാരണം പെട്ടെന്ന് നമുക്ക് പോകാൻ കുടുംബക്ഷേത്രമൊക്കെ ദൂരെയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പറ്റുകയില്ല. അപ്പോൾ സ്ഥലത്തുള്ള സ്ഥലദൈവത്തിനെ പ്രീതിപ്പെടുത്തുക. കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോകണം എന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ സാധിക്കുന്നവർക്ക് ദോഷങ്ങളിൽ നിന്നൊക്കെ വളരെ മോചനം ഉണ്ടാവുകയും ഫലപ്രാപ്തി കൈവരികയും ചെയ്യുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന ദിവസങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പല പല പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചാൽ തന്നെ പുതിയ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു സ്റ്റെപ്പ് കൂടി നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പിന്നെയും പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ നമ്മുടെ കുടുംബത്തോടുള്ള കടപ്പാടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ ഒളിഞ്ഞു മാറി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വിഷമമാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞിരുന്നാലും കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവൊക്കെ പുറത്തെടുക്കാനും നിങ്ങൾക്ക് കഴിയുന്നു. കുടുംബത്തോടുള്ള നിങ്ങളുടെ കടപ്പാട്, സ്നേഹം ഇതൊക്കെ കാണിക്കാനും ജോലിയോടുള്ള നിങ്ങളുടെ കൂറ് ഇതൊക്കെ നിങ്ങൾക്ക് പുലർത്താനും സാധിക്കുന്ന സമയമാണ്. അതായത് ഒന്നിൽ നിന്നും ഒളിച്ചോടി പോകേണ്ടതായി വരികയില്ല എന്ന് തന്നെയാണ് സാരമായി പറയേണ്ടത്. കാരണം നല്ല സമയമാണ്. സമ്പത്ത് കയ്യിലോട്ട് അല്പം വരാനുള്ള ഭാഗ്യം കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് മാർഗത്തിൽ നിന്നാകും. ചിലപ്പോൾ കടം കൊടുത്തു തിരികെ കിട്ടാനത് കിട്ടാനാകും, അല്ലെങ്കിൽ ലോണ്, അല്ലെങ്കിൽ ചിട്ടി,
ലോട്ടറി തുടങ്ങി ഏതെല്ലാം മേഖലകളിൽ ചില സമ്മാന പദ്ധതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം കടാക്ഷിക്കാനുള്ള സമയവും കൂടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പല രീതികളിൽ നിങ്ങളിലേക്ക് ധനം എത്തേണ്ട സമയവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ധനം കയ്യിലേക്ക് വരുമ്പോൾ ആ ധനത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നത് നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ധനം ഇല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ട്, ഇപ്പോൾ ധനം കയ്യിലേക്ക് വന്നപ്പോൾ അതിനെ താരതമ്യം ചെയ്ത് നോക്കണം. ഇല്ലാതിരുന്നപ്പോൾ എന്താണ് ഞാൻ അനുഭവിച്ചത്, അപ്പോൾ കയ്യിലേക്ക് ധനം വരുമ്പോൾ പിന്നീട് ഒരു ഇല്ലായ്മ വന്നാൽ ഞാൻ എങ്ങനെ അത് സഫർ ചെയ്ത് പോകാൻ പറ്റും, അതിലേക്ക് എനിക്ക് എങ്ങനെ സ്വരൂപിച്ച് വെക്കാൻ ധനം കഴിയും എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ധനം കൈകാര്യം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ധനം കൈകാര്യം ചെയ്യാൻ, അനാവശ്യ കൈകളിലേക്ക് പോകാതിരിക്കാൻ. ഈ ധനം കയ്യിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അനാവശ്യ കൂട്ടുകെട്ടുകൾ വരും. ചിലപ്പോൾ ഇന്നലെ വരെ തള്ളിക്കളഞ്ഞാൽ ഇന്ന് ചേർത്ത് നിർത്താൻ വരും. അങ്ങനെയൊക്കെയുള്ള സമയമാണ് നിങ്ങളിപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നമ്മളുടെ വിഷമങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തിയവരാരോ അവരെ നിങ്ങളും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾക്കൊരു വിഷമം വന്നപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞവൻ നാളെ നമ്മൾക്ക് വീണ്ടും ഒരു വിഷമം വരുമ്പോൾ തള്ളിക്കളയില്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്രത്തോളം നല്ല സമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾക്കൊരു വിഷമ സന്ധി ഉണ്ടായ വേളയിൽ നമ്മൾക്ക് കൂടെ നിന്ന് തുണയായി നിന്നവരെ മറക്കാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ നല്ല സമയമാണ്. ഇനി അടുത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രക്കാർക്കും നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. പുതിയ അതിഥികൾ വന്നു കയറാനുള്ള അല്ലെങ്കിൽ അതിഥി സൽക്കാരം നടത്താനൊക്കെയുള്ള സമയം ആകുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പെണ്ണ് കാണാൻ ചടങ്ങ്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒരു മംഗളകാര്യമാണ്. അതിലുപരി ചിലപ്പോൾ ഒരു വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാനോ ഒക്കെയുള്ള ഭാഗ്യങ്ങൾ വരികയും ചില അകന്നിരുന്ന ബന്ധുക്കൾ അടുത്ത് വരാനും അവരുമായി ഒരു സ്നേഹബന്ധം വീണ്ടും ഉടലെടുക്കാനൊക്കെയുള്ള സമയമാണ്. കാരണം വിവാഹമൊക്കെ വരുമ്പോൾ അകന്നിരുന്നവർ പോലും നമ്മളുമായിട്ട് വീണ്ടും അടുക്കുകയും വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങൾ വീണ്ടും നമ്മളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയം നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിവാഹ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വസ്തു നമ്മളത് എഴുതിക്കാൻ പോകുന്ന അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് നിങ്ങൾ നടത്തേണ്ടതാണ്. തലക്കുഴിഞ്ഞൊരു തേങ്ങ നടയിലുടയ്ക്കുക, 1 രൂപ തലക്കുഴിഞ്ഞ് വഞ്ചിയിലിട്ട് പ്രാർത്ഥിച്ചു പോയാൽ ആ കാര്യത്തിൻ്റെ വിഘ്നത്തെ അതങ്ങ് ഭഗവാൻ എടുത്തു മാറ്റിക്കൊള്ളും. പിന്നെ വിഘ്നങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാകും. അതുപോലെ എല്ലാ സമയങ്ങളിലും ഏത് കാര്യത്തിന് പോകുമ്പോഴെന്ന് മാത്രമല്ല, നിങ്ങളുടെ നാൾ വരുമ്പോൾ പക്കനാൾ വരുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ പോയി ചെയ്യാവുന്നതാണ്. അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ദർശനം നടത്താവുന്നതാണ്. ഒരു പൂമാലയോ അല്ലെങ്കിൽ പാൽപ്പായസ വഴിപാടോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേർച്ച ചെയ്യുമ്പോൾ അതിലൂടെ ദോഷങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്നല്ല, ഒരു പകുതി വരെ നമ്മൾക്ക് പരിഹാരമായി മാറുന്നുണ്ട്. അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ മുടക്കാതിരിക്കുക, പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. നല്ല സമയമാണ്.